അടുത്ത വിഷയം ഇനി മാണി വിഭാഗം ഇന്ന് UDF യോഗം ബഹിഷ്കരിച്ചുകൊണ്ടെടുത്ത നിലപാടിനെക്കുറിച്ചാണ്. ബാർ കോഴ വിഷയത്തിൽ നേരത്തെ തന്നെ അസ്വസ്ഥനായിരുന്ന മാണി നിലപാട് കടുപ്പിക്കുകയാണോ? UDF യോഗം ബഹിഷ്കരിച്ചു, ഒപ്പം തന്നെ അനുരഞ്ജന ചർച്ചകളിലും മാണി അതിന് വേണ്ടത്ര വില നൽകിയില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ചെന്നിത്തലയോട് സംസാരിക്കാൻ പോലും മാണി തയ്യാറായില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്. നമ്മൾ ആ ചർച്ചയിലേക്ക് പോവുകയാണ്. നമ്മോടൊപ്പം നേരത്തെ ഉണ്ടായിരുന്ന അതിഥികൾ ശ്രീ PS സലീം, ഫക്രുദ്ദീൻ, ഒപ്പം തന്നെ ശ്രീ ജോർജ് കുര്യൻ എന്നിവർ തുടരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ആന്റണി രാജു നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ചർച്ചയിൽ. ശ്രീ റെജി ലൂക്കോസ് നമ്മോടൊപ്പം കൊച്ചിയിൽ നിന്നും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ ശ്രീ ആന്റണി രാജുവിലേക്ക് തന്നെ പോകാമെന്ന് കരുതുന്നു. അദ്ദേഹം ഇവിടെ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരുപക്ഷെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് നേരത്തെ തന്നെ ചാടി രക്ഷപ്പെട്ട ആളാണ് ശ്രീ ആന്റണി രാജു. അവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആകുമെന്ന് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നോ? ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്നൊരു നിലപാടെടുത്തത്. ഞങ്ങൾക്കറിയാമായിരുന്നു മാണി ഗ്രൂപ്പിന് അധികം നാൾ കോൺഗ്രസുമായിട്ടൊരു മുന്നണി സഖ്യത്തിൽ പോകാൻ കഴിയില്ല. അതിൻ്റെ ഞങ്ങൾ അന്ന് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ പലരും അന്ന് എതിർത്ത് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ മാണി ഗ്രൂപ്പിനകത്ത് തന്നെ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാണി സാറ് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പറഞ്ഞത് എന്താണ്? മാണി ഗ്രൂപ്പിനെ തളച്ചിടാൻ വേണ്ടി കോൺഗ്രസിനകത്ത് ഉന്നതന്മാർ നടത്തിയ ഗൂഢാലോചനയുടെ വിവരം ഞങ്ങളുടെ പാർട്ടി അന്വേഷിച്ച കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഉന്നതന്മാരുടെ പേരുകൾ ഞങ്ങൾക്കറിയാം, പക്ഷേ അത് പുറത്തു വിട്ടാൽ മുന്നണി ശിഥിലമാകും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആ പാർട്ടിയോടൊപ്പം തുടരാൻ മാണി ഗ്രൂപ്പിന് എങ്ങനെ ഇനി കഴിയും? മാണി ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിച്ച ഒരു മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസുമായി ഇപ്പോഴും ചേർന്ന് പോകാൻ അവർ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ അവർ ഈ റിപ്പോർട്ടിൻ്റെ പേരുകൾ ഒന്നൊന്നായി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിയോറ് വാരിക്കുന്നത് പോലെ അവരുടെ പോഷക സംഘടന കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഘട്ടം ഘട്ടമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രതിഷേധ സൂചകമായി ആ UDFൻ്റെ യോഗത്തിൽ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സമീപനമാണ്. ഇത്രയും വലിയ മഹത്തായ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി, മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇത്രയേറെ ആക്രമണം, കുറ്റപത്രം കോൺഗ്രസിനെതിരെ മാണി ഗ്രൂപ്പ് നടത്തിയിട്ടും അതിനെതിരെ ഒരു അക്ഷരം പറയാൻ കഴിയാതെ മാണി ഗ്രൂപ്പിന് മുമ്പിൽ തലകുനിച്ച് വെക്കുന്ന ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എന്ന് പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ മീറ്റിങ്ങിലെങ്കിലും മാണി ഗ്രൂപ്പ് ആ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആർജവം കാണിക്കണം, തൻ്റെ ഇടം കാണിക്കണം പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞില്ല? അപ്പോൾ കോൺഗ്രസിനും ഒരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് അത് ആവശ്യപ്പെടാതിരിക്കുന്നത്. ഏതായാലും ഇത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ UDFൽ വളരെയേറെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. ഇന്നത്തെ UDF തകരും. മാണി ഗ്രൂപ്പിനകത്തും കാതലായ പിളർപ്പാണ്. പക്ഷേ ഇപ്പോൾ മാണി സാറിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തടസ്സമെന്ന് പറയുന്നത് മാണി ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള PJ ജോസഫ് സാറും കൂട്ടരുമാണ്. അവർ കോൺഗ്രസ് വിടാൻ തയ്യാറല്ല എന്നുള്ള സമീപനം എടുത്തതുകൊണ്ടാണ് മാണി സാറിന് ഇപ്പോൾ ആ റിപ്പോർട്ട് പരസ്യമായി പുറത്തുവിടാൻ കഴിയാതെ പോയത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ചർച്ച നടത്തുന്ന ആദ്യം പറഞ്ഞിരുന്നെങ്കിലും അത് PJ ജോസഫ് സാറിനെയും കൂട്ടേണ്ട എതിർപ്പ് കാരണം ആ റിപ്പോർട്ട് പുറത്തെടുത്ത് ചർച്ച ചെയ്യാതെ, എന്നാൽ മാണി സാറ് രഹസ്യമായി അതിലെ വിവരങ്ങൾ ആ മാണി ഗ്രൂപ്പിൻ്റെ പാർട്ടി ഓഫീസിനകത്ത് പ്രവർത്തിക്കുന്ന മാണി ഗ്രൂപ്പിൻ്റെ മുഖപത്രമായ പ്രതിച്ഛായയിലൂടെ അതിലെ വാലും തുമ്പും ഒക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ മാണി ഗ്രൂപ്പ് ആർജവത്തോടെ പുറത്തു പറയാൻ തൻ്റെ ഇടം കാണിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ മാണി ഗ്രൂപ്പിനുണ്ട്. ഇത് രണ്ടും ചെയ്യാതെ ഡെമോക്രസിൻ്റെ വാള് പോലെ റിപ്പോർട്ടിനെ മുകളിൽ തൂക്കിയിട്ടുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വളരെ അസ്വസ്ഥമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അവിടെയാണ് അത് എത്ര കാലം അങ്ങനെ പോകാൻ പറ്റുമെന്നാണ്. ഏതായാലും അതിന്റെ മറുപടി ശ്രീ PS സലീം, ഞാൻ താങ്കളിലേക്ക് എത്താം. തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ PS സലീം, താങ്കളുടെ മറുപടിയിലേക്ക് എത്താം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലതിൻ്റെയും മറുപടി പറയേണ്ടതുകൊണ്ട് അതിലേക്ക് താങ്കളിലേക്ക് എത്താം. ഇനിയും സംസാരിക്കാനിരിക്കുന്നവർ കൂടി താങ്കളിലേക്കായിരിക്കും ഒരുപക്ഷെ ചോദ്യങ്ങൾ ഉന്നയിക്കുക. ശ്രീ റെജി ലൂക്കോസ് നമ്മളൊപ്പം തത്സമയം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവിടെ ഇരട്ട ബാബു മാണി വിഷയം കൈകാര്യം ചെയ്ത രീതി, അതൊക്കെ മുതൽക്കേ തന്നെ ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നണിക്കുള്ളിൽ. അതിൻ്റെ ഒരു പ്രതിഫലനമായി മാത്രം ഈ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ കണ്ടാൽ മതിയോ? അതോ ഇവിടെ ശ്രീ ആന്റണി രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെമോക്രാസിന്റെ വാൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്, ആ റിപ്പോർട്ട് എപ്പോഴും കിടപ്പുണ്ട്, പക്ഷേ റിപ്പോർട്ടിന്റെ കണ്ടന്റ് പല ഘട്ടത്തിലും പുറത്തു വരും, ഇനി വരികയും ചെയ്യും. ആ വിധത്തിലൊക്കെ വേണോ കാണാൻ? അല്ല സൗമ്യ, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചോളം
അതിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ അനുരഞ്ജന ചർച്ചയിൽ ഒരു റിപ്പോർട്ട് പോലെ അത്ര പ്രാധാന്യമുള്ള റിപ്പോർട്ടൊന്നുമില്ല. ഈ റിപ്പോർട്ടിനെ പിടിച്ചുകൊണ്ട് അവരിപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്ന് അവർ മാറി നിന്നു എന്നൊക്കെ പറയുന്നത് വെറും നാടകമാണ്. ഇതൊക്കെ സമ്മർദ്ദ രാഷ്ട്രീയം എന്ന് മാത്രമേ ഉള്ളൂ. മാണി ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട ആന്റണി രാജ് പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കുടുങ്ങി നിൽക്കുകയാണ്. അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അധികാരം നഷ്ടപ്പെട്ടൊരു വിഭ്രാന്തിയിൽ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ചില രാഷ്ട്രീയ കോപ്രായങ്ങളെന്നല്ലാതെ ഇതിന് യാതൊരു പ്രാധാന്യമില്ല. മാണി കേരള കോൺഗ്രസ് കാലങ്ങളായിട്ട് കേരളത്തിൽ രണ്ട് മുന്നണിയിലും, അതായത് 80 മുതൽ 82 കാലഘട്ടങ്ങളിലൊക്കെ ഇടതുപക്ഷത്ത് നിന്ന കാലങ്ങളിലും അല്ലാതെ കണ്ട് കോൺഗ്രസ് മുന്നണിയിൽ നിന്ന കാലഘട്ടത്തെല്ലാം പ്രയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ പിന്തുണ തങ്ങൾക്കുണ്ട് എന്നുള്ള അവകാശപ്പെട്ടുകൊണ്ട് ആ ഭീഷണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊരു വാളായിട്ട് ഇവരെ മുമ്പിൽ വീശിക്കൊണ്ട് അധികാര സ്ഥാനത്തിലെത്തുകയും വേണ്ട വിധത്തിലുള്ള എന്താ പറയുക ആമാശയത്തിലേക്ക് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് മേടിക്കുകയും ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. ഇന്ന് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ രണ്ട് ശക്തികളുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട മാണി സാറിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സെക്ഷനും PJ ജോസഫ് സാർ, നേരെ ആന്റണി രാജ് പറഞ്ഞല്ലോ, PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള അണികളിൽ നല്ലൊരു ശതമാനത്തിന് പിന്തുണയുള്ളൊരു വിഭാഗമുണ്ട്. മാണി സാറ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേന്ദ്രത്തിൽ NDAയോടൊപ്പം ചേർന്ന് തൻ്റെ മകൻ ജോസ് കെ മാണി MP-നെ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടത്തി എന്നുള്ള വാർത്തകൾ കേരള സമൂഹം മുഴുവൻ അറിഞ്ഞതാണ്. അതിൻ്റെ പിന്നാമ്പുറ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് അറിയപ്പെടുന്നത്. അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പൊതുജനത്തിൻ്റെ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് UDF-ൽ കലാപം ഉണ്ടാക്കി തങ്ങൾക്ക് NDAയിലേക്ക് കൊണ്ടുവരാനുള്ള വാതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് PJ ജോസഫും മോൻസ് ജോസഫും അടങ്ങുന്ന സംഘം അതിനെ എതിർക്കുകയും ഈ പാർട്ടി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ആശയത്തിൻ്റെ പേരിലോ UDF-നോടുള്ള എന്തെങ്കിലുമുള്ള വിദ്വേഷത്തിൻ്റെ പേരിലോ ഉള്ളൊരു നാടകമല്ല. KM മാണി സാറിനെ സംബന്ധിച്ചോളം വളരെ തന്ത്രപരമായിട്ട് LDF-ൽ കടന്നുകൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുവാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോൾ അതിനെ ബാർക്കോഴ എന്ന് പറയുന്ന കൊടുവാൾ കൊണ്ട് നേരിടുകയും ആ ബാർക്കോഴയിലെ കഥാപാത്രങ്ങളായിട്ടുള്ള അടൂർ പ്രകാശിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു അടൂർ പ്രകാശിൻ്റെ പേര് അവരുടെ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത്. എനിക്കതല്ലാണ്ട് അത് പറയാനുള്ള യോഗ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില രീതിയിൽ പിന്നാമ്പറത്തിലൂടെ അവരനുഭവിക്കേണ്ടി വന്ന കേരള ജനത്തിൻ്റെ മുമ്പിൽ ഒരു അല്ലെ എന്താ പറയുക ഒരു അഴിമതി പണ്ടാരങ്ങളാണെന്നുള്ള ഒരു തെറ്റായ ക്ഷമിക്കണം ഒരു ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു അപജയത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നടത്തുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം UDF-ന്റെ ഇന്നത്തെ മീറ്റിങ്ങിൽ നിന്ന് മാറുന്നത്. അതല്ലാതെ കണ്ട് അവരുടെ മാറലിന് വേറെ യാതൊരു അർത്ഥവുമില്ല. അവരങ്ങനെ ഇനിയിപ്പോൾ കാലങ്ങളായിട്ടൊന്നും മാറി നിൽക്കത്തില്ല. NDAയിലേക്ക് പോകാനുള്ള ഒരു മോഹങ്ങളെല്ലാം അടഞ്ഞു കഴിഞ്ഞു. കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ ദിവസം മാവേലിക്കരയെ വെച്ച് ഔദ്യോഗികമായിട്ട് അവരെ ക്ഷണിച്ചു കഴിഞ്ഞു. അവരെ സ്വാഗതം ചെയ്യുന്നു. അവരെ സ്വാഗതം ചെയ്തു എന്ന കുമ്മനം രാജശേഖരൻ്റെ പ്രസ്താവന അവരെ കാലങ്ങളായിട്ട് പിന്തുണച്ചുകൊണ്ടിരുന്ന, എന്നാൽ അവരെ ഞാൻ ആദ്യം ഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ കത്തോലിക്ക വിശ്വാസികളുടെ സമൂഹം അവരെ പിന്താങ്ങി എന്ന് അവർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ആ പിന്താങ്ങൽ കഴിഞ്ഞ ഇലക്ഷനോടുകൂടി കേരളം തെളിഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇങ്ങനെയുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പിന്തുണയുമില്ല. അതൊക്കെ മതേതരത്തെ കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിലെ മതത്തിനെതിരെ ആര് വാളോങ്ങിയാലും അതിനെ സംരക്ഷിക്കുവാനും കേരളത്തിൽ മതേതരത്തിനൊരു മതിൽ തീർക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തോടു കൂടി ഇവിടുത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ, അതായത് ഇവർ പ്രതിനിധീകരിക്കുന്ന അവകാശപ്പെടുന്ന ക്രിസ്തീയ വിഭാഗത്തിലെ പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷത്തേക്ക് മാറി. അതിൻ്റെ വ്യക്തമായ തെളിവാണ് തൃശ്ശൂർ, എറണാകുളം, മലബാർ മേഖലയുടെ കിഴക്കൻ മേഖലകൾ, കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലകളെ, ഇടുക്കി ഡിസ്ട്രിക്ട് പോലെയുള്ള സ്ഥലങ്ങളിലെ ഇലക്ഷനിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു വേവലാതിയാണ് ഇപ്പോൾ. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇന്നത്തെ മാറിനിൽപ്പ്. അതിനപ്പുറമായ ഒരുപക്ഷെ അതാണ് ഇവിടെ പ്രധാന വിഷയം. നേരത്തെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സമ്മർദ്ദങ്ങളും മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓരോ വിഷയത്തിന്, പ്രത്യേകിച്ച് കസ്തൂരംഗന്മാരുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ മകന്റെ വിഷയത്തിലുള്ള കാര്യങ്ങളിലായാലും ഒക്കെ തന്നെയും. പക്ഷേ ഇപ്പോൾ ഈ മാണി കാണിക്കുന്ന ഒരു സമ്മർദ്ദം ഈ പൊതുവിൽ വരുന്ന വാർത്തകളുടെ ഒക്കെ അത്രയും ഒരു വലിപ്പമുണ്ടോ അതിന്, അല്ലെ ഒരു ശക്തി ഉണ്ടോ അതിന്? മാണി സാഹിബെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഏറ്റവും വലിയ തന്ത്രജ്ഞനാണ്. മാണി സാഹിബ് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു. മാണി സാഹിബ് BJP പോകാൻ ഒരു മടിയുമില്ല. പിന്നെ IS ഇത്രമാത്രം പുരോഹിതന്മാരെയൊക്കെ തലവെട്ടിയും കോട്ടയത്തുള്ള പുരോഹിതന്മാരെയൊക്കെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ സഭയിൽ ചില ആളുകളെങ്കിലും അങ്ങനെ മാണി സാറിനെ ഈ ഒരു വിഷയത്തെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ സത്യസന്ധമായി പോകുന്നത് ഇപ്പോഴത്തെ കോണ്ടക്സ്റ്റിൽ. പക്ഷേ മഹാഭൂരിപക്ഷം ആ രീതി ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ നാളെ ചിന്തിച്ചേക്കായിരിക്കാം. ഒരുപക്ഷെ അങ്ങനെ മഹാഭൂരിപക്ഷം ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്ന മാണി സാർ പ്ലേക്ക് ചാടുമായിരുന്നു. മാണി സാർ അങ്ങനെ ചാടാനൊന്നും ഒരു മടിയില്ല. മാണി സാർ വളരെ വെള്ളാപ്പള്ളിയാണ് പറഞ്ഞത്, അവസരവാദമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. മാണി സാർ ജീവിതത്തിൽ കൃത്യമായി പ്രാക്ടിക്കലാക്കിയിട്ടുള്ള മനുഷ്യനാണ്. ആന്റണി രാജ് ചേട്ടനോടാണെങ്കിലും PC ജോർജിനോടാണെങ്കിലും പല സ്ഥലത്തും മാണി സാർ എടുത്ത സമീപനത്തിൽ നിന്ന് നമുക്കതറിയാം. അപ്പോൾ
ഇവിടെ ഇപ്പം എന്താ പ്രശ്നം? കൃത്യമായി അദ്ദേഹം രാഷ്ട്രീയം പഠിക്കും. കോൺഗ്രസ് രക്ഷപ്പെടുമോ, കോൺഗ്രസ് തിരിച്ചു വരുമോ, ബി ജെ പിയുടെ സ്ഥിതി എന്താണ്, ക്രിസ്ത്യൻ മേഖലയിലെ സിറിയൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഏത് രീതിയിലാണ് ബി ജെ പിനെ കാണുന്നത്, ഈ കാര്യങ്ങൾ പഠിക്കുക. അതേസമയം ഇനി അങ്ങോട്ട് ബി ജെ പിയിലേക്കുള്ള കാര്യങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ മുമ്പ് വിട്ടുപോയി തിരിച്ചു വന്നപ്പോൾ ലീഗ് നേടിയ ഒരു വലിയ ആക്സെപ്റ്റൻസ് ഉണ്ട്. അതുപോലെ കോൺഗ്രസിന് വലിയ ഒരു മന്ത്രിസ്ഥാനം കൂടുതലോ ഒരു MP സ്ഥാനം കൂടുതലോ ഒക്കെ മേടിച്ചെടുക്കണം മാണിസാറിൻ്റെ ഒരു തന്ത്രമാണ് ഇത്. കൃത്യമായി മാണിസാർ തീരുമാനം എടുത്തിട്ടില്ല. മാണിസാർ ബി ജെ പിൻ്റെ കൂടെ പോകണമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം പക്വമായോ എന്നുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ വളരെ ഒരു ഇടവേള കൂടി അനിവാര്യമായിരിക്കുകയാണ്. വളരെ മറ്റു അതിഥികളിലേക്ക് എത്താം. യെസ്, ഏതായാലും ശ്രീ PS സലീം, ഇവിടെ സുപ്രധാനമായ ഒരു വിഷയമുള്ളത് ഇന്നിപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ മാത്രമല്ല തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിപ്പോൾ നേരത്തെ തങ്കച്ചൻ വാർത്താ സമ്മേളനത്തിലൊക്കെ വ്യക്തമാക്കിയിരുന്നു, ചില വ്യക്തിപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ പല ഒഴിവുകൾ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ മാത്രം ഇതൊരു ആദ്യ സംഭവമല്ല. ശ്രീ PS സലീം, അല്ല സൗമ്യ, ഒന്ന് ഇന്നത്തെ UDF യോഗത്തിൽ നിന്ന് KM മാണി വിട്ടുനിന്നു എന്നുള്ളത് ഒരു ഇതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിലുണ്ടാവുന്ന സ്വാഭാവികമായ എന്താ പറയുക, ഒരു സ്വാഭാവികമായ ഇത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. ഇവിടെ പിന്നെ ഫക്രുദ്ദീൻ റജിയൊക്കെ നടത്തിയ വിലയിരുത്തൽ, പ്രത്യേകിച്ച് ഫക്രുവിൻ്റെ ഒരു വളരെ അപകടകരമായ വിലയിരുത്തലാണ് ഫാദർ ഉഴുന്നാലിൻ്റെ IS ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയതും KM മാണിയുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട്. എന്തൊരു ഫക്രു, ഇങ്ങനൊന്നും പറയരുത്. ഇതൊക്കെ കേരളത്തിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുന്നണിക്കുണ്ടാവുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും അതൊക്കെ അതിൻ്റെ ഒരു പ്രോസസ്സിൽ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യം ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവിടെ കഴിഞ്ഞ 5 വർഷം, ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞു, 5 വർഷം മാണി സാറിനെ കുറിച്ച് വലിയ പ്രചരണമായിരുന്നു. മാണി സാർ LDF പോകുന്നു, LDF മുഖ്യമന്ത്രിയാവുന്നു, ചർച്ച നടക്കുന്നു, ഒന്നും സംഭവിച്ചില്ല. 5 വർഷവും കേരള കോൺഗ്രസും KM മാണിയും ഐക്യ ജനാധിപത്യങ്ങളുടെ അവിഭാജ്യ ഘടകമായി നിലകൊണ്ടു. ഇപ്പൊ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ മാണി സാർ അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ ഒരു UDF ഒരു ഘടകകക്ഷി എന്ന നിലയിൽ സ്വാഭാവികം ഉണ്ടാകുന്ന ചില ചെറിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണങ്ങൾ, അതൊക്കെ വെച്ച് ഞാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ മാണി സാറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആന്റണി രാജുവിന് കൃത്യമായിട്ട് അറിയാം, ഈ ബാർകോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് മാണി സാറിനെ അതിശക്തമായി കേരളത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ ന്യായീകരിച്ച ഒരാളാണ്. പിന്നീട് LDF ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിട്ട് പോയി നിലപാട് മാറിയെങ്കിലും ആ കാലത്ത് മുഴുവൻ മാണി സാറിനെ ന്യായീകരിച്ച ബാർക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിച്ച ഒരാളാണ്. ഞങ്ങളും അതേ നിലപാടായിരുന്നു, ഒരു സംശയമില്ല. മാണി സാർ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം UDF എടുത്ത തീരുമാനമല്ല, കോൺഗ്രസ് പറഞ്ഞിട്ടല്ല. കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് കമാൽ പാഷയുടെ ഒരു സീസർ പരാമർശമാണ് ഈ അദ്ദേഹത്തിന്റെ രാജിയിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനത്തെ അടിസ്ഥാനത്തെ രാജിയിലേക്ക്, അത് അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ശ്രീ PS സലീം, ആദ്യം തന്നെ താങ്കൾ ഇതൊരു ചെറിയ വിഷയം എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ബാർക്കോഴ വിഷയത്തിൽ ആദ്യം മുതൽക്ക് തന്നെ സംഭവിച്ചത് എന്താണ്? ഇരട്ട നീതി വിഷയം അത് ചർച്ച ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? മാണി തന്നെയാണ് അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ മാണിയേക്കാൾ ഏറ്റവും കൂടുതൽ ഗൗരവതരമായ ആ വിഷയം ഇപ്പോൾ വിജിലൻസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ബാബുവിന്റെ വിഷയം, അതിനുശേഷമുണ്ടായ കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിലുണ്ടായ വിഷയങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏറ്റവും ഒടുവിൽ ഇതിന് തൊട്ടു മുമ്പ് സംഭവിച്ചത് ഈ പ്രതിച്ഛായയിൽ വന്ന ലേഖനം അടക്കമുള്ള കാര്യങ്ങൾ, ഒറ്റുകാരുടെ കൂടിയാട്ടം എന്ന രീതിയിൽ ബിജു രമേശിന്റെ ആരോപണം ഉന്നയിച്ച വ്യക്തിയുടെ മകളുടെ കല്യാണ നിശ്ചയത്തിന് പോയി നിൽക്കുന്നു, ആ വിധത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ കൂടിയല്ലേ ചേർത്ത് വായിക്കേണ്ടത്? സൗമ്യ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇരട്ട നീതി എന്ന് പറയുന്നത് അത് ഒരു വശം മാത്രമാണ്. ഇത് ഞങ്ങളുടെ ഈ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ, ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, അതിനുമുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയും വിജിലൻസ് കൈകാര്യം ചെയ്തപ്പോൾ സ്വീകരിച്ച നിലപാട്, വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അവരുടെ നടപടികളിൽ തെറ്റുകളുണ്ടാവാം, പിഴവുണ്ടാകാം, പക്ഷെ അതിൽ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാവില്ല എന്ന് തീരുമാനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ബാർക്കോഴ ഇടപാടുമായി ബാബുവിനെതിരായും മാണി സാറിനെതിരായും ഒരു കൃത്യമായ ഒരു എൻക്വയറി നടന്നിട്ടുണ്ട്.
ആ ഇല്ല, inquiry-യുടെ നടന്നിട്ടില്ല. ഭാഗമായി അവിടെയാണ് കണ്ടെത്തിയ വിജിലൻസിന്റെ findings ചട്ടങ്ങളിൽ കോടതിയിൽ പോലും ഒരു പറയാത്ത ഒരു പ്രാഥമിക അന്വേഷണം എന്ന രണ്ട് രീതിയിലായിരുന്നു ബാബുവിനെതിരെ അന്വേഷണം നടന്നത്. ഞാൻ തിരികെ എത്താം, സമയം കുറവായതുകൊണ്ടാണ്. ശ്രീ പി ബിജു, ഇവിടെ ഈ പറയുന്നത് പോലെ ശ്രീ പി എസ് സലീം പോലെ പറയുന്നത് പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമാണോ? ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, മുന്നണിയിൽ അത് സ്വാഭാവികമാണ്, അതങ്ങ് പരിഹരിക്കപ്പെടും. ഇത് കെ എം മാണിയുടെ ഈ രാഷ്ട്രീയം നമ്മൾ കുറെ നാളായി കാണുന്നതാണ് ഈ വിഷയത്തിൽ. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മളെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവിൽ UDF ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഥിലമാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം UDFൻ്റെ വോട്ട് ഇങ്ങനെ കുറഞ്ഞു വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് കരകയറാൻ വേണ്ടി കഴിയില്ല. അത് കെ എം മാണിയുടെ കാര്യം മാത്രമല്ല, UDFിലുള്ള എല്ലാ ഘടകകക്ഷികളും പല രൂപത്തിലുള്ള ശൈഥില്യങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിനകത്ത് കെ ബാബുവിനോട് കാണിച്ച രൂപത്തിലല്ല കെ എം മാണിയെ കൈകാര്യം ചെയ്തത്. കെ ബാബുവിനെതിരെ എഫ്ഐആർ പോലും എടുത്തില്ല. കെ ബാബുവിനെതിരെയും കെ എം മാണിക്ക് പോലുള്ള ആക്ഷേപമുണ്ട്. മന്ത്രി ഓഫീസിൽ കൈക്കൂലി വാങ്ങി എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട മൊഴികളുണ്ട്, അതുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. പക്ഷേ കെ എം മാണിക്കെതിരെ എഫ്ഐആർ എടുത്ത ഗവൺമെൻറ് എഫ്ഐആർ എടുക്കാൻ വേണ്ടിയിട്ട് കെ ബാബുവിനെതിരെ എഫ്ഐആർ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. പിന്നെ BJP കേരളത്തിൽ ഇപ്പോൾ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആരെയും കൂട്ടും. അവരുടെ ഒരു വോട്ടിംഗ് അവർക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രൂപത്തിലേക്ക് ഒരു പരിശ്രമം അവർ നേരത്തെ മുതൽ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഒന്ന് UDF ശിഥിലമാവുന്നു, കോൺഗ്രസിനകത്ത് ആഭ്യന്തരം അത് രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ. അത് ഞാൻ ബ്ലൈൻഡായിട്ട് പറയുന്നതല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം 40% താഴിലൊക്കെ വോട്ട് പോവുകയാണ് UDFൻ്റെ. അങ്ങനെ പോകുന്ന UDFിനകത്ത് നിൽക്കാൻ അതിനോടൊപ്പം നിൽക്കുന്ന പല ഘടകകക്ഷികളും ഭാവിയിൽ തയ്യാറാവില്ല. അവിടെയാണ് ശ്രീ ജോർജ് കുര്യൻ കുമ്മനം ഇരുകയും നീട്ടി സ്വീകരിക്കാമെന്നുള്ളൊരു. ഈ മാണി സാറ് ഇന്നലെ ചെയ്തതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാണി സാറ് വളരെ വ്യക്തമായിട്ട് സമൂഹത്തോട് പറയുകയാണ് കോൺഗ്രസ് തകരുകയാണ്, UDF തകരുകയാണ്. മറ്റൊന്ന്, ഇവർക്ക് ഒരു പ്രതിപക്ഷം ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തിയില്ല. അപ്പോൾ ഇന്ന് രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കാൻ പോലും തയ്യാറായില്ല. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആയിരിക്കണം ബാർക്കോഴ കേസിൽ രേഖപ്പെടുത്തിയെന്നുള്ള പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ശക്തമാവില്ല എന്നുള്ളൊരു വിശ്വാസമായിരിക്കാം. അപ്പോൾ ആ 2 മെസ്സേജ് സമൂഹത്തിന് ശ്രീ കെ എം മാണി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വിഷയം, അദ്ദേഹത്തിനുണ്ടായ ആ ബുദ്ധിമുട്ട്, അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാർ ആക്ഷേപിച്ച ആ ഒരു കാര്യം, അതും ഈ പ്രവർത്തനത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ എടുത്ത നടപടിയിൽ ഉണ്ട്. പിന്നെ BJPയുടെ കൂടെ വരുന്നു എന്നുള്ള കാര്യം, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. കാരണം കോൺഗ്രസിനെയും അതുപോലെ തന്നെ CPM-നെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPയുടെ ആശയങ്ങളുമായിട്ട് ചേരാൻ സാധിക്കുമോ എന്നുള്ളത്, നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത്, ആ വികസന അജണ്ട അംഗീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ശ്രീ കെ എം മാണിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾക്കിപ്പോൾ അഭിപ്രായമൊന്നും പറയാനില്ല. അത് കെ എം മാണി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് BJP അതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ BJPക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കുമില്ല. തീർച്ചയായും അത് മാണി തീരുമാനിക്കും. പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളിയെ കൊണ്ടതുപോലെ ഇന്നലെ പൊട്ടിമുളച്ച ഒരു പാർട്ടി അല്ല. അതുകൊണ്ട് അവർക്ക് അതിനുള്ള പ്രാധാന്യം കൂടി ഒരുക്കിക്കൊണ്ടുള്ള ഒരു വരവേൽപ്പായിരിക്കുമെങ്കിൽ നൽകുക. തീർച്ചയായിട്ടും കെ എം മാണി എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ വളരെയധികം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, കഴിവുള്ള വ്യക്തിയാണ്. ഇവിടെ ശ്രീ ആന്റണി രാജു അതുപോലെ തന്നെ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ, റെജി ലൂക്കോസും പറഞ്ഞതുപോലെ, ഈ കോട്ടയം ജില്ലയിൽ ഇപ്പോഴും 4 സീറ്റ് മാണി ഗ്രൂപ്പിനാണ്. കോട്ടയം ജില്ലയിൽ 4 സീറ്റും മാണി ഗ്രൂപ്പിനാണ്. അപ്പോൾ അവർക്ക് ഈ കത്തോലിക്കരുടെ പിന്തുണ കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. കുറച്ച് സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവാണ്. യെസ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കേണ്ട ഒരു സമയപരിമിതി കൂടിയുണ്ട്. ഏതായാലും ശ്രീ ആന്റണി രാജു, ഇവിടെ ഇതിനു മുൻപും നിരവധി റിപ്പോർട്ടുകൾ, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടാകാത്ത ഒരുപാട് റിപ്പോർട്ടുകൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്, UDFിൽ പരിഗണിക്കപ്പെടാതെ. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സമിതി റിപ്പോർട്ട് പരിഗണിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്മേലുള്ള ഈ ഒരു സമ്മർദ്ദമൊക്കെ ആ വിധത്തിൽ UDFിൽ ഏതെങ്കിലും തരത്തിലുള്ള തനിക്ക് സപ്പോർട്ട് കിട്ടുമെന്നോ ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതീതി പോലും ഉണ്ടാക്കാൻ മാണിക്കാകാതെ പോകുന്നില്ലേ? അല്ല, ഇത് UDF റിപ്പോർട്ട് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് UDFുമായി കോൺഗ്രസുമായി UDFിനകത്ത് നടന്ന ഒരു അന്വേഷണമോ UDFിൽ സമർപ്പിക്കേണ്ട ഒരു അന്വേഷണ റിപ്പോർട്ടോ അല്ല. മറിച്ച്
മാണി ഗ്രൂപ്പിൻ്റെ ആഭ്യന്തര കാര്യം എന്നുള്ള നിലയ്ക്ക് മാണി ഗ്രൂപ്പ് അന്ന് എടുത്ത ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കൈക്കൊണ്ടൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വളരെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങളാണ് മാണി സാർ ഇങ്ങനെ ഘട്ടം ഘട്ടമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെയൊക്കെ സുഹൃത്ത് ശ്രീ സലീമിൻ്റെയൊക്കെ നിലപാട് കേൾക്കുമ്പോൾ സത്യം അവരുടെയൊക്കെ ഈ ദയനീയ അവസ്ഥയിൽ ഞങ്ങൾക്ക് സഹതാപം തോന്നുകയാണ്. കോൺഗ്രസിന് എന്തു പറ്റി? കോൺഗ്രസിനെതിരെ ഇത്രയേറെ ശക്തമായ ഒരു ചാർജ് ഷീറ്റ് മാണി ഗ്രൂപ്പിനെ പോലൊരു പാർട്ടി വെച്ചിട്ട് അതിനെതിരെ ഒരു അക്ഷരം പറയാൻ, ആ റിപ്പോർട്ടെങ്കിലും പുറത്തുവിടുന്ന് പറയാൻ ഒരു ആർജവം ആ പാർട്ടിക്ക് എന്തുകൊണ്ടില്ലാതെ പോയി? അപ്പോൾ ഒന്നുകിൽ അവർ കോൺഗ്രസ് പാർട്ടി അവർ കുറ്റം സമ്മതിക്കുന്നു, ഒരു കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ എൻ്റെ സുഹൃത്ത് ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി ഇനി അങ്ങോട്ടൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ എന്ന് പോലും കേരള രാഷ്ട്രീയത്തിൽ ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ബഹുമാനായ ശ്രീ പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായൊരു ഭരണം, ഒരു തുടർ ഭരണത്തിലേക്ക് പോകുമോ എന്ന് പോലും ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലൊരു ഭരണം മുന്നോട്ട് പോകുമ്പോൾ ഇനി ആ മുന്നണിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാണി സാർ ഇങ്ങനെ ഒരു ഫീലർ ഇട്ടിരിക്കുകയാണ് എന്ന് ചാടാൻ ഉള്ള മാർഗങ്ങളെല്ലാം അദ്ദേഹം ഒരുക്കുകയാണ്. ഇവിടെ എനിക്കൊരു സംശയമില്ല, അവസരം വന്നാൽ മാണി സാർ ചാടും. കാരണം കഴിഞ്ഞ 5 കൊല്ലം UDF-നകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ സലീം എന്തെല്ലാം പറഞ്ഞാലും ആ പാർട്ടി അന്ന് ആ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ മാണി സാറ് കഴിഞ്ഞ 5 കൊല്ലം പല ഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് ആ മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിച്ചയാളാണ്, ശ്രമിച്ചയാളാണ്. പക്ഷേ പാർട്ടിക്കകത്തൊരു പൊതുവായ ഒരു ഐക്യവും പിന്തുണയും ഓരോ ഘട്ടങ്ങളിലും തടസ്സമായി പലതും വന്നതുകൊണ്ട് മാത്രമാണ് മാണി സാറിൻ്റെ ആഗ്രഹവും സ്വപ്നവും നടക്കാതെ പോയത്. അതുകൊണ്ട് മാണി സാർ ഇങ്ങനെ UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്, ഒരു കാലഘട്ടത്തിലും വിടില്ല എന്നുള്ളൊരു വളരെ സജീവമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. വളരെ സജീവമായ ശ്രമം തുടക്കം മുതലേ അദ്ദേഹം പല രീതിയിൽ നടത്തിയിരുന്നു. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് പല ഘട്ടങ്ങളിലും ഇങ്ങനെ അത് നടക്കാതെ പോയെന്നുള്ളതല്ല. മാണി സാറിന് UDF ഇടാൻ ഒരു ഘട്ടത്തിനും തടസ്സമുണ്ടായിരുന്നില്ല. അദ്ദേഹം പണ്ട് 80-ൽ വിട്ടിട്ടുള്ളതല്ലേ. അതേ 2 കൊല്ലം LDF-നകത്ത് AK സെൻറ്ററിലെ മീറ്റിംഗ് കഴിഞ്ഞ് നേരെ പോയി രാജിക്കത്ത് രാജ്ഭവനിലേക്ക് എഴുതി കൊടുക്കാനും തയ്യാറായ നേതാവല്ലേ. അങ്ങനെയൊന്നും മാണി സാറിനെ കുറിച്ച് ഉള്ള പ്രതീക്ഷയൊന്നും കോൺഗ്രസിനുണ്ടാക്കും. മാണി സാറിനെ അറിയുന്ന കോൺഗ്രസ്സുകാരൊരിക്കലും അത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ പറഞ്ഞു മാണി സാർ ഇങ്ങനെ ഒരിക്കലും പോകില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, മാണി സാർ തന്നെയല്ലേ പറഞ്ഞത് മാണി സാറിൻ്റെ പാർട്ടിയെ തളച്ചിടാൻ വേണ്ടി കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു? അപ്പോൾ പോകുമെന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടല്ലേ ആ ഗൂഢാലോചന കോൺഗ്രസ് പാർട്ടി നടത്തിയത്? അത് മാണി സാറിന് ബോധ്യപ്പെട്ടല്ലോ. ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താ? അദ്ദേഹത്തെ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അദ്ദേഹം പോയില്ല. അപ്പോൾ ശ്രമിച്ചു എന്നുള്ളത് ഉമ്മൻചാണ്ടി ഇന്ന് ഭംഗ്യം സമ്മതിച്ചു. പല കാരണങ്ങൾ കൊണ്ടാണ് മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടോ പോകാൻ തീരുമാനിക്കാത്തതുകൊണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് പോകാനുള്ള ഒരു ഐക്യത്തോടുള്ള തീരുമാനം പാർട്ടിയിൽ ഉണ്ടാകാൻ പല തടസ്സങ്ങളും ഓരോ ഘട്ടത്തിലും ഓരോ തടസ്സമൊന്നും അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അവിടെയാണ് ശ്രീ റജീലോ കോസ്. ഇനിയിപ്പോൾ ആ തടസ്സത്തിലൊന്നും കൊളുത്ത് നിൽക്കാൻ ഒരു പക്ഷേ മാണി സാറിന് താല്പര്യം ഉണ്ടാകില്ല. മറുഭാഗത്ത് വലിയ വിശാലമായ ഒരു ലോകം തുറന്നിട്ടിരിക്കുകയാണ്. കുമ്മനൻ അല്ലാതെ LDF ആണെന്നുള്ള ചിന്ത ആളുകൾക്ക് വരും. ഇല്ല, ഞാൻ തിരുത്തുകയാണ്. കുമ്മനാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഹലോ, പറഞ്ഞോളൂ. അല്ല സ്മിത, ഞാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജോർജ് കുര്യനിലൂടെ തന്നെ BJP ഔദ്യോഗികമായിട്ട് തന്നെ അവരുടെ ഘടകകക്ഷി എന്നുള്ളൊരു അംഗീകാരം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞു. ഇനി മാണി സാർ ഇതിനു വേണ്ടി ജനങ്ങളുടെ അടുത്തേക്കും അവരുടെ അണികളുടെ അടുത്തേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്. NDA-ലേക്ക് പോയാൽ എതിർക്കുവോ, സഭയെ എതിർക്കുവോ, സഭയുടെ പേരും പറഞ്ഞുകൊണ്ടാണല്ലോ രാഷ്ട്രീയം നിൽക്കുന്നത്. ഒരു സഭ അവരുടെ കൂട്ടത്തിലല്ല. മാണി സാർ പോകാനുള്ള സാധ്യത കുറവാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ KM മാണി സാറിന് വ്യക്തമായിട്ട് അറിയാം, അങ്ങനെ പോകാനൊരു തീരുമാനം എടുത്ത ആ പാർട്ടി 4 പിളരും. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രാദേശികപരമായിട്ട് യാതൊരു ദേശീയ വീക്ഷണവും ഇല്ലാത്ത, യാതൊരുവിധ കാർഷിക മേഖലകളെ പ്രതിനിധീകരിക്കുന്ന അവകാശപ്പെടുന്ന കർഷകരെ കാലങ്ങളായിട്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കേരളത്തിൽ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ട് മാണി സാറിനെ സംബന്ധിച്ചോളം തന്റെ വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് തന്റെ കസേര മാറ്റിക്കൊടുക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തന്നെ UDF-ൽ അവഹേളിതനായിട്ട് തുടരാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് BJP ഇവരെ അവരുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, അതിലൂടെ സഭയെയും കൊണ്ടുവരാം, അല്ലെ വിശ്വാസ സമൂഹത്തെയും കൊണ്ടുവരാം എന്നുള്ള അവരുടെ ഒരു മോഹം വാസ്തവം വരാണെന്നുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡിയാണ്. ശ്രീ പി ബിജു, ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപക്ഷെ കർഷകരുടെ പാർട്ടി എന്നോ വലിയ പിന്തുണയുള്ള പാർട്ടി എന്നുള്ളതൊക്കെ കാലം കഴിഞ്ഞു. പല കാര്യങ്ങളിലൊക്കെ തന്നെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ശ്രീ ആന്റണി രാജുലൊക്കെ പോലെയുള്ളവർ പോയതോടുകൂടി ശക്തി ഒരുപാട് ശോഷിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ കാണാനാകുമോ BJP-യിലേക്ക് പോകാനുള്ള സാധ്യത? BJP-ക്കാർക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷേ KM മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില പ്രശ്നങ്ങൾ വരും.
ഒന്ന് BJP എന്ന് പറയുന്നത് ന്യൂനപക്ഷം വലിയ ഭീതിയോടുകൂടി ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളതാണ്. ഒരു വലിയ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. RSSൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാണി സാറിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ചില താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ചില ആൾക്കാരാണ് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വിഭാഗം വലിയ തോതിൽ ആ മാണി എന്നുള്ള കേരള കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതായി കേരളത്തിൽ മാറുന്ന സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ആരെ കിട്ടിയാലും അവർക്ക് കേരളത്തിൽ കൂട്ടാൻ പറ്റുന്ന എല്ലാ ആൾക്കാരെയും അവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. അതുകൊണ്ടാണ് കുമ്മനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് BJPയുടെ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജോർജ് കുര്യൻ, KM മാണിയുടെ നാട്ടിൽ തന്നെ NDA ജയിച്ച നാടാണ് കേരളം. കാരണം PC തോമസ് KM മാണിയുടെ നാട്ടിലാണ്, അന്ന് മൂവാറ്റുപുഴ മണ്ഡലം എന്ന് പറയുന്നത് KM മാണിയുടെ മണ്ഡലവും കൂടെ പാലായും കൂടെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് KM മാണിക്ക് നല്ലതുപോലെ അറിയാം BJPയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കത്തോലിക്കരുടെ വോട്ട് നഷ്ടപ്പെടില്ല, ജയിക്കും എന്നുള്ള കാര്യം. അത് അവർക്ക് അനുഭവം കൊണ്ട് അറിയാവുന്ന കാര്യമാണ്. പിന്നെ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ തീരുമാനിക്കേണ്ട KM മാണിയാണ്. ഇപ്പോഴത്തെ സംഭവവികാസത്തിൽ BJPക്ക് ഒരു പങ്കുമില്ല. ആർഗ്യുമെന്റ് പൂർണ്ണ തള്ളിക്കളയുന്നില്ല. പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. മാണി സാർ തരം കിട്ടിയാൽ ചാടുകയും ചെയ്യും. അതൊക്കെ ഇനിയിപ്പോൾ ചരിത്രം 2.5 വർഷം മോഡി ഗവൺമെന്റ് പെർഫോമൻസ് ഈ സാദി പ്രാന്തി ക്രിസ്ത്യാനിക്കെതിരെ ഒന്നും പറയാതിരിക്കുക, പള്ളി ആക്രമിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ വരുമെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ, 2 സിംഹങ്ങൾ ഒരു കോട്ടയം മടയെ പറ്റുമോ? കുര്യൻചേട്ടനുണ്ട്, അപ്പോൾ അത് മാണി സാറും കൂടി വേണം, സിംഹങ്ങൾ അടിയാവില്ലേ? അതായാലും രണ്ടാമത്തെ കാര്യം. ശ്രീ ആന്റണി രാജു, ഏതായാലും ചർച്ചയിലേക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ട് പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പലതും പറയാതെ മനസ്സിൽ ഇപ്പോഴും വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഈ ഒരു ഘട്ടങ്ങളുടെയൊക്കെ സ്റ്റാർട്ടിങ്, അതായത് ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിങ്ങനെയൊക്കെ തന്നെ എത്തിച്ചേരുമെന്ന് ഒരുപക്ഷെ അന്ന് തന്നെ കണക്ക് കൂട്ടിയിരുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പല ചിന്തകൾ, മുന്നണി വിടാനുള്ള പല ചിന്തകൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ വളരെ ഡയറക്റ്റായി താങ്കൾ നൽകിയിരുന്ന ഉപദേശം എന്താണ്? അല്ല, അത് ഞാനിവിടെ പറയുന്നില്ല. കാരണം വെച്ചാൽ അത് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ വളരെ രഹസ്യമായി നൽകുന്ന ഉപദേശങ്ങൾ, രഹസ്യമായി കൂടുന്ന യോഗങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ പരസ്യമായി ചാനലിൽ പറയുന്നത് ശരിയല്ലല്ലോ. അല്ല, എന്നാലും ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുവാൻ എപ്പോഴും പറഞ്ഞോ? ഒന്നുകൂടി ഒന്ന് ചിന്തിച്ച് ആലോചിക്കാൻ എപ്പോഴും? തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വളരെയേറെ ആലോചിച്ച് വേണമെന്നുള്ള എപ്പോഴും പറയാറുണ്ടല്ലോ, എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ സലീം പറഞ്ഞതുപോലെ ഞാൻ ശ്രീ കോഴക്കേസിൽ അതിൻ്റെ നിയമപരമായ വശം മാത്രമാണ് എല്ലാ കാലത്തും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ആ കേസ് നിലനിൽക്കില്ല എന്ന് മാത്രം, അതിനപ്പുറത്തേക്ക് KM മാണി കോഴ വാങ്ങിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റി അദ്ദേഹം കോഴ വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല അന്വേഷിച്ചത്, മറിച്ച് ഈ ഗൂഢാലോചന പിന്നിൽ ആരുണ്ടെന്നുള്ളത് മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. ഏതായാലും സമയപരിമിതി കൊണ്ട് ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വളരെ നന്ദി നമ്മൾ സംസാരിച്ച ശ്രീ ആന്റണി രാജു, ഒപ്പം തന്നെ ശ്രീ റെജി ലോക്കോസ്, PS സലീം, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ P ബിജു, ശ്രീ ഫക്രുദ്ദീൻ.